മഹാഭാരത യുദ്ധത്തിനുശേഷം അമ്പുകളുടെ ശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹനോട് യുധിഷ്ഠിരൻ, ധർമ്മപുത്രർ, ചോദിക്കുന്ന 6 ആത്മീയ ചോദ്യങ്ങളും അതിന് ഭീഷ്മർ നൽകുന്ന ഉത്തരങ്ങളും തുടർന്ന് സ്തോത്രത്തിന്റെ പൂർവ്വപീഠികയും രചനാ പശ്ചാത്തലവുമാണ് ഈ ശ്ലോകങ്ങളിലുള്ളത്. യുധിഷ്ഠിരന്റെ ചോദ്യങ്ങൾ. ശ്ലോകം 7, 8, 9. ശ്രീ വൈശംപായനുവാച ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശഃ യുധിഷ്ഠിരഃ ശാന്തനവം പുനരേവാഭഭാഷത. ശ്രീ യുധിഷ്ഠിര ഉവാച കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തഃ കം കമർച്ചന്തഃ പ്രാപ്നുയുർമാനവാഃ ശുഭം കോ ധർമ്മഃ സർവധർമാണാം ഭവതഃ പരമോ മതഃ കിം ജപന്മുച്യതേ ജന്തുർ ജന്മസംസാരബന്ധനാത്. ലളിതമായ അർത്ഥം. വൈശംപായന മഹർഷി പറഞ്ഞു, മനസ്സിനെ ശുദ്ധീകരിക്കുന്ന എല്ലാ ധർമ്മങ്ങളെക്കുറിച്ചും പൂർണ്ണമായി കേട്ടറിഞ്ഞതിനുശേഷം യുധിഷ്ഠിരൻ ഭീഷ്മപിതാമഹനോട് വീണ്ടും 6 ചോദ്യങ്ങൾ ചോദിച്ചു. യുധിഷ്ഠിരന്റെ 6 ചോദ്യങ്ങൾ. ഈ ലോകത്തിൽ ഒരേയൊരു പരമദൈവം ആരാണ്? കിമേകം ദൈവതം ലോകേ. മനുഷ്യർക്ക് ആശ്രയിക്കാവുന്ന ഒരേയൊരു പരമമായ സ്ഥാനമേതാണ്? കിം വാപ്യേകം പരായണം. ആരെ സ്തുതിച്ചുകൊണ്ടാണ് മനുഷ്യർക്ക് മംഗളം ലഭിക്കുന്നത്? സ്തുവന്തഃ കം. ആരെ പൂജിച്ചുകൊണ്ടാണ് മനുഷ്യർക്ക് ശ്രേയസ്സുണ്ടാകുന്നത്? കം അർച്ചന്ത. എല്ലാ ധർമ്മങ്ങളിലും വെച്ച് അങ്ങയുടെ അഭിപ്രായത്തിൽ ഏറ്റവും ഉയർന്ന ധർമ്മമേതാണ്? കോ ധർമ്മഃ പരമോ മതഃ. ഏതു നാമം അല്ലെങ്കിൽ മന്ത്രം ജപിച്ചാലാണ് ഒരു ജീവി ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് മോചനം നേടുക? കിം ജപൻ മുച്യതേ. ഭീഷ്മരുടെ മറുപടി. ഭഗവാന്റെ മാഹാത്മ്യം. ശ്ലോകം 10, 13. ശ്രീ ഭീഷ്മരുവാച ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ പുരുഷഃ സതതോത്ഥിതഃ തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംശ്ച യജമാനസ്തമേവ ച. ലളിതമായ അർത്ഥം. ലോകത്തിന്റെ നാഥനും ദേവന്മാർക്കും ദേവനും അതിരുകളില്ലാത്തവനും അഥവാ അനന്തനും പുരുഷന്മാരിൽ ഉത്തമനുമായ ആ പരമാത്മാവിനെ എപ്പോഴും ഭക്തിയോടെ 1000 നാമങ്ങൾ കൊണ്ട് സ്തുതിക്കുക. മാറ്റമില്ലാത്തവനായ ആ ഭഗവാനെ ധ്യാനിച്ചും വണങ്ങിയും പൂജിച്ചും ആരാധിക്കുന്നതിലൂടെ മനുഷ്യൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിതനാകുന്നു. അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദിഗോ ഭവേത് ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം. ലളിതമായ അർത്ഥം. തുടങ്ങലോ ഒടുക്കമോ ഇല്ലാത്തവനും പ്രപഞ്ചത്തിന്റെ അധിപനും സർവ്വലോകങ്ങളെയും നിരീക്ഷിക്കുന്നവനുമായ വിഷ്ണു ഭഗവാനെ നിത്യവും സ്തുതിക്കുന്നവർ എല്ലാ ദുഃഖങ്ങൾക്കും അപ്പുറത്ത് കടക്കുന്നു. അദ്ദേഹം ബ്രഹ്മത്തെ സംരക്ഷിക്കുന്നവനും എല്ലാ ധർമ്മങ്ങളും അറിയുന്നവനും പ്രപഞ്ചത്തിന്റെ നാഥനും സർവ്വജീവജാലങ്ങളുടെ ഉത്ഭവത്തിന് കാരണകാരിയുമാണ്. ഏറ്റവും മികച്ച ധർമ്മവും പരമപൊരുളും. ശ്ലോകം 14 മുതൽ 18 വരെ. യേഷമേ സർവധർമാണാം ധർമ്മോധിഗതമോ മതഃ യദ്ഭക്ത്യാ പുണ്ടരീകാക്ഷം സ്തവൈരർച്ചേന്നരഃ സദാ പരമം യോ മഹത്തേജഃ പരമം യോ മഹത്തപഃ പരമം യോ മഹദ്ബ്രഹ്മ പരമം യഃ പരായണം. ലളിതമായ അർത്ഥം. താമരക്കണ്ണനായ പുണ്ടരീകാക്ഷനായ ഭഗവാനെ എപ്പോഴും ഭക്തിയോടെ സ്തുതികളാൽ പൂജിക്കുകയെന്നതാണ് എന്റെ അഭിപ്രായത്തിൽ എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ഉയർന്ന ധർമ്മം. അവൻ തന്നെയാണ് പരമമായ മഹാതേജസ്സും പരമമായ തപസ്സും പരമമായ ബ്രഹ്മവും എല്ലാവരുടെയും പരമമായ ആശ്രയവും. പവിത്രാണാം പവിത്രം യോ മംഗലാനാം ച മംഗലം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ അവ്യയഃ പിതാ യതഃ സർവാണി ഭൂതാനി ഭവന്ത്യാദിയുഗാഗമേ യസ്മിൻശ്ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണോർനാമസഹസ്രം മേ ശൃണുകാപഭയാപഹം. ലളിതമായ അർത്ഥം. പവിത്രമായ വസ്തുക്കളെപ്പോലും പവിത്രമാക്കുന്നവനും മംഗലകരമായവയ്ക്ക് മംഗലം നൽകുന്നവനും ദേവന്മാർക്കും ദൈവമായവനും
എല്ലാ ജീവജാലങ്ങളുടെയും നാശമില്ലാത്ത പിതാവുമാണ് ഭഗവാൻ. സൃഷ്ടിയുടെ തുടക്കത്തിൽ എല്ലാ ജീവനുകളും ആരിൽ നിന്നാണോ ഉണ്ടായത്, പ്രളയകാലത്ത് അവയെല്ലാം ആരിൽ തന്നെയാണോ ലയിക്കുന്നത്, ആ ജഗന്നാഥനായ വിഷ്ണുവിൻ്റെ പാപങ്ങളെയും ഭയങ്ങളെയും ഇല്ലാതാക്കുന്ന 1000 നാമങ്ങൾ അഥവാ സഹസ്രനാമം ഹേ രാജാവേ, യുധിഷ്ഠിര, നീ എന്നിൽ നിന്നും കേട്ടാലും. സ്തോത്രത്തിൻ്റെ ഘടന. ശ്ലോകം 19 മുതൽ 22 വരെ. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഃ ഋഷിഭിഃ പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. ഋഷിർനാംനാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനിഃ ഛന്ദോനനുഷ്ടുപ് തഥാ ദേവോ ഭഗവാൻ ദേവകീസുതഃ. ലളിതമായ അർത്ഥം. ഭഗവാന്റെ ഗുണങ്ങളെ അടിസ്ഥാനമാക്കി ഋഷിമാർ പാടി പുകഴ്ത്തിയിട്ടുള്ളതുമായ ആ നാമങ്ങൾ ലോക നന്മയ്ക്കായി ഞാൻ പറഞ്ഞുതരാം. ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന്റെ ഋഷി വേദവ്യാസനാണ്. ഇതിന്റെ ഛന്ദസ് അനുഷ്ടുപ്പാണ്. ഇതിലെ ദേവത ദേവകീപുത്രനായ ശ്രീകൃഷ്ണനാണ്. അമൃതാംശൂദ്ഭവോ ബീജം ശക്തിർദേവകീ നന്ദനഃ ത്രിസാമഹൃദയം തസ്യ ശാന്തിരർത്ഥേ വിനിയുജ്യതേ. വിഷ്ണുവും ജിഷ്ണുവും മഹാവിഷ്ണുവും പ്രഭവിഷ്ണുവും മഹേശ്വരം അനേകരൂപ ദൈത്യാന്തം നമാമി പുരുഷോത്തമം. ലളിതമായ അർത്ഥം. ഈ മന്ത്രത്തിന്റെ ബീജം അമൃതാംശൂദ്ഭവനാണ്. ഇതിന്റെ ശക്തി ദേവകീ നന്ദനനാണ്. മനസ്സിന്റെ ശാന്തിക്കായിട്ടാണ് ഇത് ജപിക്കേണ്ടത്. എങ്ങും നിറഞ്ഞവനും എപ്പോഴും ജയിക്കുന്നവനും അസുരന്മാരെ നിഗ്രഹിക്കുന്നവനുമായ ആ പുരുഷോത്തമനെ ഞാൻ വന്ദിക്കുന്നു. ആത്മരക്ഷയ്ക്കുള്ള നാമവിന്യാസം അല്ലെങ്കിൽ കവചം. ശ്ലോകം 23, 24, 25, 26. ഈ ഭാഗം ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും ഭഗവാന്റെ ഓരോ നാമങ്ങൾ വിചാരിച്ച് നെഗറ്റീവ് ഊർജത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്ന ന്യാസ അല്ലെങ്കിൽ കവചം രീതിയാണ്. ശരീരഭാഗം. ജപിക്കേണ്ട ഭഗവാന്റെ നാമം. പാദങ്ങൾ. കേശവൻ കാത്തുരക്ഷിക്കട്ടെ. കേശവഃ പാദു മേ പാദൗ. കണങ്കാലുകൾ. നാരായണൻ കാത്തുരക്ഷിക്കട്ടെ. ജംഘേ നാരായണോ മമ. അരക്കെട്ട്. മാധവൻ കാത്തുരക്ഷിക്കട്ടെ. മാധവോ മേ കട്ടിം പാദു. ഗുഹ്യഭാഗം. ഗോവിന്ദൻ കാത്തുരക്ഷിക്കട്ടെ. ഗോവിന്ദോ ഗുഹ്യമേവച. നാഭി. വിഷ്ണു ഭഗവാൻ കാത്തുരക്ഷിക്കട്ടെ. നാഭിം വിഷ്ണുസ്തുമേ പാദു. വയറ്. മധുസൂദനൻ കാത്തുരക്ഷിക്കട്ടെ. ജഠരം മധുസൂദനഃ. നെഞ്ച്. വിക്രമൻ കാത്തുരക്ഷിക്കട്ടെ. ഉരസി വിക്രമഃ പാദു. ഹൃദയം. വാമനൻ കാത്തുരക്ഷിക്കട്ടെ. ഹൃദയം പാദു വാമനഃ. കണ്ഠം. ശ്രീധരൻ കാത്തുരക്ഷിക്കട്ടെ. ശ്രീധരഃ പാദുമേ കണ്ഠം. മുഖം. ഹൃഷീകേശൻ കാത്തുരക്ഷിക്കട്ടെ. ഹൃഷീകേശോ മുഖം മമ. കണ്ണുകൾ. പത്മനാഭൻ കാത്തുരക്ഷിക്കട്ടെ. പത്മനാഭസ്തു നയനേ. ശിരസ്. ദാമോദരൻ കാത്തുരക്ഷിക്കട്ടെ. ശിരോ ദാമോദരോ മമ. ഏവമേതാനി നാമാനി ജപകാലേ വിശേഷതഃ വിന്യസ്യേദാത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയേ. ലളിതമായ അർത്ഥം. ഈ രീതിയിൽ ഭഗവാന്റെ 12 പ്രധാന നാമങ്ങൾ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും മനസ്സുകൊണ്ട് വിചാരിച്ചുറപ്പിക്കുന്നതിനെയാണ് ന്യാസ എന്ന് പറയുന്നത്. ഇത് ജപിക്കുന്ന വ്യക്തിക്ക് ആത്മരക്ഷയും ജീവിതത്തിൽ സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുന്നു. ഈ ശ്ലോകങ്ങൾ ഈശ്വര പ്രാർത്ഥന എന്നതിലുപരി മനസ്സിന് ഭയമോ പരീക്ഷാപേടിയോ ഉണ്ടാകുമ്പോൾ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും പോസിറ്റീവ് എനർജി കൊണ്ട് മൂടാൻ സഹായിക്കുന്ന ഒരു സൈക്കോളജിക്കൽ കവചം കൂടിയാണ് ഈ ന്യാസ ശ്ലോകങ്ങൾ. വിക്ടോക് വേദമൊഴിയിലെ ഈ ആത്മീയ ജ്ഞാനം നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതുന്നു. സനാതനധർമ്മത്തെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും കേരളീയ വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുമുള്ള കൂടുതൽ ആധികാരികമായ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി താഴെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു ജ്ഞാനവിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.
നന്ദി, നമസ്കാരം.